ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു മോർണിംഗ് റൊട്ടീനാണ്. അപ്പോൾ കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ബ്രേക്ക്ഫാസ്റ്റും പിന്നെ ലഞ്ച് പ്രിപ്പറേഷനും ഒക്കെയാണ് ചെയ്യുന്നത്. അതിനോടുകൂടെ പിന്നെ കുറച്ച് പുറത്ത് പോകുന്ന കാര്യങ്ങളും ഒക്കെ കൂടെയൊക്കെ ഞാൻ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവര് ദയവ് ചെയ്തിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ കമന്റ്സ് ഒക്കെ എന്നെ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. കമന്റ്സ് ഒക്കെ വളരെ കുറവാണ്, വ്യൂസ് വളരെ കുറവാണ്, എല്ലാം വളരെ കുറവാണ്. കാരണം കുറച്ച് പേര് കാണാനൊക്കെ ഉണ്ടെങ്കിലും നമ്മളോട് അഭിപ്രായമൊക്കെ പറയുമ്പോഴല്ലേ നമുക്ക് ഇത് ചെയ്യാനായിട്ട് ഒരു മോട്ടിവേഷൻ കിട്ടുകയുള്ളൂ. കാരണം ഞാൻ ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മോട്ടിവേഷൻ ഉണ്ടാവുന്നത് പോലെ തന്നെ എനിക്ക് മോട്ടിവേഷൻ ഇതിലൂടെയൊക്കെയാണ് കേട്ടോ. അപ്പം നിങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഈ ഫാമിലി ഒന്ന് വലുതായി വരാനായിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്യുമെന്ന് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ കുക്കിങ്ങിലോട്ടും കാര്യങ്ങളിലോട്ടൊക്കെ ഞാൻ പോകാം. പിന്നെ ഞാൻ ഈ ലൈവ് അങ്ങനെ അങ്ങ് നേരിട്ട് വന്ന് ഇതിൽ കൂടെ വീഡിയോ കൂടെ സംസാരിച്ച് അങ്ങനെ വലിയ ശീലമില്ല. എന്നാലും ഞാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കഴിവതും ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ട് വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ക്യാബേജും ക്യാരറ്റും ഇട്ടിട്ടുള്ള ഒരു തോരൻ വെക്കുവാണേ. സമയം ഇപ്പോൾ രാത്രി 3 മണിയായിട്ടുള്ളൂ കേട്ടോ. ഞാൻ ഇതുവരെ ഉറങ്ങിയിട്ടില്ലേ. എനിക്ക് എന്തോ ഉറക്കം ചില സമയത്ത് ഇങ്ങനെയാണ്, എനിക്ക് ഉറക്കം കിട്ടത്തില്ല. ഉറക്കം കിട്ടാതെ വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ചില സമയത്ത് ഇങ്ങനെ ആവും, പിന്നെ ചിലപ്പോൾ അങ്ങ് ഉറക്കം റെഡിയാവും. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നിപ്പം പകല് അപ്പം എനിക്ക് എന്തായാലും ഉറങ്ങേണ്ടി വരും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സമാധാനമായിട്ട് കിടക്കാമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ക്യാബേജൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇത് ഒന്ന് ചൂടുവെള്ളത്തിൽ ഒക്കെ ഇട്ടിട്ട് ഒന്ന് എടുക്കാം കേട്ടോ. അപ്പോൾ ക്യാബേജും ക്യാരറ്റും കൂടെ ഇട്ടിട്ടാണ് തോരൻ വെക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഞാൻ കഴുകി ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കാം. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇത് കണ്ടോ, ഈ പയർ അന്ന് ഞാൻ വേവിച്ച് ഫ്രീസറിൽ വെച്ചിരുന്നതാണ് കേട്ടോ. വലിയ പയർ, വൻപയർ എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ അതുണ്ട്. പിന്നെ കുറച്ച് പുട്ടുപൊടി നനച്ചത് ബാക്കി ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് പുട്ടുണ്ടാക്കണം. പിന്നെ കുറച്ച് ഉപ്പുമാവും ഉണ്ടാക്കണം. പിന്നെ അതാ മീനെടുത്തതാ വെള്ളത്തിലിട്ടിട്ടുണ്ട്, മീൻകറി ഉണ്ടാക്കണം. പിന്നെ രസം ഉണ്ടാക്കണം. അങ്ങനെ കുറച്ച് പണികളുണ്ട്. അപ്പം ഞാനിതാ ഉപ്പിട്ടിട്ട് ഇതാ ചൂടുവെള്ളം ഇതിലോട്ട് ഒഴിക്കുവാണേ. ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഞാൻ ക്യാബേജ് ഇട്ട് കൊടുക്കുകയാണ്. കാരണം പിന്നെ ഞാൻ മഞ്ഞപ്പൊടി ഒന്നും ഇടുന്നില്ല കേട്ടോ. ഞാൻ മഞ്ഞപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കളർ അങ്ങ് മാറും. അതുകൊണ്ട് ഞാൻ ഇത് നന്നായിട്ട് കഴുകിയതാണ് കേട്ടോ. കഴുകിയിട്ടാണ് ഞാനിതിപ്പോൾ ഈ ചൂടുവെള്ളത്തിലിട്ട് വെക്കുന്നത്. ഇനി കുറച്ച് ക്യാരറ്റ് തൊലി കളയുന്നുണ്ട്. അത് ഉപ്പുമാവിനും എനിക്ക് ആവശ്യമുണ്ട്. പിന്നെ ഈ ക്യാബേജ് തോരനിൽ കൂടെ ഇടാനായിട്ടും കൂടെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ഇങ്ങനെ പീൽ ചെയ്തിട്ടാണ് കേട്ടോ എടുക്കുന്നത്. പീൽ ചെയ്തെടുക്കുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടും. മറ്റേത് ഇങ്ങനെ കത്തി വെച്ചിട്ട് അല്ലാതെ ഇങ്ങനെ എടുക്കാനായിട്ട് എനിക്ക് ഭയങ്കര അറിയില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇങ്ങനെയാണ് എനിക്ക് ശീലം. അതുകൊണ്ട് ഇതാ ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുവാണേ. അപ്പം ക്യാരറ്റും കൂടെ കഴുകി ഞാൻ ഈ ചൂടുവെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കുവാണ് കേട്ടോ. ഇനി നമുക്ക് രസത്തിനുള്ള പരിപാടികൾ നോക്കാം. അപ്പൊ ഇനി രസം വെക്കണം. രസം വെക്കുന്നതിന് മുന്നായിട്ട് ഞാനൊന്ന് കാപ്പിയാണ് കേട്ടോ ഇന്നിട്ടത്. കാപ്പിയിൽ കുറച്ച് ഏലക്ക ഇട്ടിട്ടൊക്കെയാണ് കാപ്പി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അതൊന്ന് കുടിക്കാം. കുടിച്ചു കഴിയുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഒരു എനർജിയൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ ഇതൊക്കെ വെക്കാം, ബാക്കിയുള്ളതൊക്കെ വെക്കാം. അപ്പൊ ആദ്യം ഈ മീനൊക്കെ ഒന്ന് മെൽറ്റ് ആവുന്നതിന് മുമ്പേ ബാക്കിയുള്ള കറികൾ ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പുട്ടിന് കുറച്ച് ഞാൻ ഇന്നലെ പുട്ട് ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ പുട്ട് ബാക്കി കുറച്ച് മാവ് വന്നായിരുന്നു, അതെടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കടലക്കറി ഇരിപ്പുണ്ട്, കുറച്ച് കടലക്കറി ബാക്കി ഇരിപ്പുണ്ട്. അപ്പൊ അതും ഇതോട്ട് ഉണ്ടാക്കാം. പിന്നെ കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞിട്ടില്ലേ, നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. RCCയിൽ ഒരു പേഷ്യന്റ് കിടപ്പുണ്ട്.
അപ്പൊ ആ കുട്ടിക്കും അതിന്റെ അമ്മയൊക്കെ കൂടെ ഇരിപ്പുണ്ട്. അപ്പൊ അവർക്ക് കൊടുക്കാനായിട്ട്, ആ കുട്ടിക്ക് ഉപ്പുമാവ്, പുട്ട് ഇതൊക്കെയാണ് ഇഷ്ടവേ. അപ്പൊ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഉപ്പുമാവും കൂടി ഉണ്ടാക്കാന്ന് വെച്ചു. പിന്നെ ഈ കറികൾ ചോറും ഒക്കെ വെക്കുമ്പോഴത്തേല് അതും കൂടി അവർക്ക് കൊടുക്കുമ്പോഴത്തേലേ അവിടുത്തെ ഫുഡൊന്നും ഒരു ടേസ്റ്റും ഇല്ല. അതിന് കഴിക്കാൻ പറ്റുന്നില്ല. എനിക്ക് നന്നായിട്ട് മനസ്സിലാവും അതിന്റെ ബുദ്ധിമുട്ട് എന്താന്ന് വെച്ചാൽ. കാരണം ഞാൻ ക്യാൻസറായിട്ട് കിടന്നപ്പോ ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. ഒരിച്ചിരി നല്ല ഫുഡ് കഴിക്കാനൊക്കെ ഒരുപാട് കൊതിച്ചിട്ടുണ്ട് ഞാൻ. എന്നിട്ട് എനിക്ക് കീമോ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് ഞാൻ ഉണ്ടാക്കി കഴിക്കുന്ന ഒരവസ്ഥയിൽ വരെ എത്തിയിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ ബ്രസ്റ്റ് ക്യാൻസർ വീഡിയോ സീരീസ്, അത് പഴയ ചാനലിലാണ് കേട്ടോ, അതിൽ കിടപ്പുണ്ട്. ഇതിൽ പറ്റുമെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടെ ചെയ്യാം. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് എനിക്കത് മനസ്സിലാവും. അതുകൊണ്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സമയത്ത് ചെറുതായിട്ട്, എൻ്റെ ഹെൽത്ത് ഭയങ്കര വീക്കാണല്ലോ, അപ്പൊ അത് അനുസരിച്ച് എനിക്ക് പറ്റുന്ന പോലെ ചെയ്തു കൊടുക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്ന് അവർക്കും കൂടി വേണ്ടിയിട്ടാണ് എല്ലാ കുക്കിങ്ങും. അപ്പൊ ചോറ് വെക്കണം. അപ്പൊ അവർക്കും ചോറ് കൊടുത്തു വിടണമല്ലോ. അപ്പൊ ചോറ് വെക്കാനായിട്ട് അരി ഒന്ന് കഴുകട്ടെ. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ, ഞാൻ ഡയറക്റ്റ് ആയിട്ട് കലത്തിൽ ഇങ്ങനെ അരി കഴുകി അതിൽ വെള്ളം അങ്ങനെ തന്നെ എടുത്ത് വെച്ച് തിളപ്പിച്ചിട്ട് ഇൻഡക്ഷൻ മറ്റേ കാക്സലിന്റെ കുക്കറിൽ ഇറക്കി വെക്കാറാ കേട്ടോ കറി. അപ്പൊ നമ്മുടെ ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ ഒന്ന് തിളക്കട്ടെ. തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്കത് മാറ്റാം. രസത്തിന് വേണ്ടി ഞാൻ കുറച്ച് ചെറിയ ഉള്ളി, വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുവാണ്. കുറച്ച് കറിവേപ്പിലയും കൂടെ കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്ത്, ഇത് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് രസം ഉണ്ടാക്കാനായിട്ട് പോകാം. അപ്പൊ അതിലേക്കായിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാനൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. രസമൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നതാണ്, എന്നാലും പറയുന്നേ ഉള്ളൂ കേട്ടോ. കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം ഇതൊക്കെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. ഇതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇതിലോട്ട് നീക്കി ഇടുന്നില്ല, കാരണം എനിക്കിതിൽ തന്നെ ടൊമാറ്റോ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാനുണ്ട്. നമ്മുടെ ചോറ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പം അത് ഓഫ് ചെയ്തിട്ട് ഇനി ഞാനതങ്ങ് റൈസ് കുക്കറിലോട്ട് ഇറക്കി വെക്കുവാണേ. അപ്പം ഇതൊക്കെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് ഇനി ഞാൻ ചേർക്കാൻ പോകുന്ന പൊടികൾ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, ഒരു 1.5 ടീസ്പൂണാണ്. ഞാൻ എൻ്റെ സ്പൂൺ എന്ന് പറയുന്നത് ടീസ്പൂണിനേലും ചെറുതാണ് കേട്ടോ, അതുകൊണ്ടാണ്. പിന്നെ ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി അത്യാവശ്യം വേണം. ഇച്ചിരി രസത്തിനൊക്കെ ഒരല്പം എരിവില്ലെങ്കിൽ പിന്നെ അത് കൊള്ളില്ല. എന്നിട്ട് കുറച്ച് കായപ്പൊടിയാണ് കേട്ടോ. കായപ്പൊടിയും കൂടെ ഇട്ട് നന്നായിട്ട് ഒന്ന് അതിൻ്റെ സ്മെല്ല് പോകുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇതിലേക്ക് മുളക് പൊടി ആഡ് ചെയ്യത്തില്ല കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന രസത്തിൽ ഞാൻ മുളക് പൊടി ആഡ് ചെയ്യാറില്ല. ഇങ്ങനെയാണ് പച്ചമുളകും കുരുമുളക് പൊടി, അതിൻ്റെ എരിവിലാണ് ഈ രസം ഉണ്ടാക്കുന്നത് കേട്ടോ. അതിൻ്റെ ഒരു പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇനി ടൊമാറ്റോ ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിരുന്നതും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുവാണേ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ഇതൊന്ന്
ഈ ടൊമാറ്റോയുടെയും ആ ഒരു പച്ച കുത്തൊന്ന് മാറിക്കഴിയുമ്പോഴേക്കും നമുക്കിതിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ തന്നെ ചൂടുവെള്ളം വേണം ആഡ് ചെയ്യാൻ കേട്ടോ. തീ നന്നായിട്ട് സിമ്മിലാക്കി കൊടുത്തിട്ട് വേണം ഇതിങ്ങനെ വഴറ്റാൻ. അപ്പം ഞാൻ ജഗ്ഗിൽ നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണേ. എൻ്റെ ഈ ജഗ്ഗിന് ഇത്തിരി പ്രശ്നമുണ്ട്, ഇതിങ്ങനെ ഓപ്പണായി പോകും തന്നെ. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണേ. ഇത് വെള്ളം പോരാ, ഞാൻ കുറച്ചും കൂടെ വെള്ളം ഇനി ചൂടാക്കിയിട്ട് ഞാനതിൽ ചേർക്കാൻ പോവുകയാണേ. ഞാൻ ഈ പുളി ഇങ്ങനെ വേവിച്ച് പേസ്റ്റാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റുവേ. ഈ കറിയിലൊക്കെ ചേർക്കാനായിട്ട് പിന്നെ പിഴിയാനും ഒന്നും നിൽക്കണ്ട. അപ്പോൾ പുളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ ഈ ടൊമാറ്റോ അരിഞ്ഞ ഈ ചോപ്പറിൽ വെള്ളം കൂടെ ഒഴിച്ച്, ചൂടുവെള്ളമാണ് കേട്ടോ ഇത്. അപ്പോൾ ചൂടുവെള്ളമൊക്കെ കുറച്ചും കൂടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് ചേട്ടനും വലിയ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ ഇത് കുടിച്ചോളും. ഒഴിച്ച് ചോറിൽ കഴിക്കണേക്കാളും കുടിക്കാനാണ് ഇഷ്ടം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇനി ചേർക്കണമേ. ഇതിലേക്ക് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. മല്ലിയിലൊക്കെ ഇടുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് കൂടുതൽ. അങ്ങനെ ഞാൻ മല്ലിയിലയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ. തിളച്ചിട്ട് ഉപ്പൊക്കെ നോക്കാം. അപ്പൊ ഇത്രയുള്ള രസത്തിന്റെ പരിപാടി. പെട്ടെന്ന് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രസമാണ്. നമ്മുടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഉപ്പൊക്കെ ഞാൻ നോക്കിയായിരുന്നു, ഉപ്പൊക്കെ പാകമായിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കണമായിരുന്നു. അപ്പൊ ഞാൻ കുറച്ചുകൂടെ തിളച്ച വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് പയർ മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി, വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് അതും ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഈ ക്യാബേജ് ഞാൻ ഒന്ന് ഈ ചോപ്പറിലിട്ട് അരിഞ്ഞെടുക്കാൻ പോവാണേ. അതിന് ക്യാബേജ്, ക്യാരറ്റ്, സവാള, പച്ചമുളക്, ഒരു അല്ലി വെളുത്തുള്ളി ഇത്രയും കൂടെ ഇട്ടിട്ട് ഞാൻ ഈ ചോപ്പറിലിട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. കാരണം ഈ ചോപ്പറൊക്കെ ഇല്ലായിരുന്നെങ്കിൽ ഇത് ഫുള്ള് നിന്ന് അരിയാന്ന് പറയുന്ന കാര്യം എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. ഇപ്പം ഇതൊക്കെ ഉള്ളത് കൊണ്ട് ഇങ്ങനെ എല്ലാം അരിഞ്ഞും ഇതിലെല്ലാം ഒരുവിധം ചെയ്യാൻ പറ്റും കേട്ടോ. ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കാം, എല്ലാം സ്ലൈസ് ചെയ്തെടുക്കാം, അല്ലാതെ കൊത്തി അരിഞ്ഞെടുക്കാം, എല്ലാം ചെയ്യാൻ പറ്റുന്നൊരു പ്രോസസ്സറാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഒരു മിനിറ്റ് 2 മിനിറ്റ് കൊണ്ട്, 1 മിനിറ്റ് വേണ്ട, ഒരു 10 സെക്കൻഡ് കൊണ്ട് തന്നെ ഇത് നമുക്ക് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. ഇതൊരുവിധം ചോപ്പായി. ഇപ്പൊ കുറച്ച് ഇലയും കൂടെ കിടപ്പുണ്ട്, അതൊന്നും കൂടെ ഒന്ന് ഇതാക്കി കൊടുക്കാം. നമ്മുടെ തോരന് നന്നായിട്ട് അരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പയറിന്റെ പരിപാടികൾ നോക്കാം. അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ രസം വെച്ച പാൻ തന്നെയാണ് എടുക്കുന്നത്. ആ പാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് സ്റ്റൗവിൽ വെച്ച് ഒന്ന് വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ പയറില്ലേ, പയർ ഇപ്പൊ നന്നായിട്ട് ഇങ്ങനെ ഫ്രീസറിൽ നിന്ന് എടുത്തല്ലേ ഉള്ളൂ. അപ്പൊ നല്ല ഇതായിട്ട് ഐസായിട്ട് ഇരിക്കുകയാണ്. ഇത് ഓവനിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി കൊണ്ടുവരാം കേട്ടോ. ഇപ്പൊ ഇവിടെ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പൊ പയറിലേക്ക് ആവശ്യമുള്ള
അത് പയറിലൊന്നും ഞാൻ കടുക് ചേർക്കത്തില്ല കേട്ടോ. അത് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. അപ്പോൾ പയർ ചേർക്കുന്നില്ല. ഇതാ ഇങ്ങനെ ഡയറക്റ്റായിട്ട് ഇതിട്ട് കൊടുത്തു. എന്നിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. നമ്മളിങ്ങനെയൊക്കെ എല്ലാം പ്രെപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമുക്കിതുപോലെ സ്പീഡിൽ എല്ലാം ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതൊരു ഭയങ്കര വലിയ അഡ്വാൻറ്റേജാണ്. അപ്പോൾ വർക്കിംഗ് വിമൻ ഒക്കെ ആണെങ്കിൽ അവർക്കിത് ഭയങ്കര ഒരു സഹായമായിരിക്കും കേട്ടോ. മറ്റേത് രാവിലെ എഴുന്നേറ്റ് ഇതെല്ലാം ഓരോന്നുണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി അല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ അരിഞ്ഞ് വെക്കുകയും ഇങ്ങനെയൊക്കെ ഒന്ന് പ്രെപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് 1 മണിക്കൂർ തന്നെ കിച്ചണിലെ കുക്കിങ്ങൊക്കെ കംപ്ലീറ്റ് ചെയ്ത് പോകാൻ പറ്റും. അപ്പം നമ്മുടെ പയറിന് ഉള്ള ആ ഉള്ളിയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ കുറച്ച് ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ചില്ലി ഫ്ലേക്സും പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ്. അപ്പോൾ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. ആകെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് പയർ ഇട്ട് കൊടുക്കുക. ഞാൻ ഉപ്പിട്ടിട്ടാണ് പയർ വേവിച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇനി പോരാത്ത ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി പയർ ഇട്ട് കൊടുക്കാം കേട്ടോ. പയർ ഇട്ട് കൊടുത്താൽ ഇതിൻ്റെ പണി ഇപ്പോൾ കഴിയും. വേവിച്ച് വെച്ചിരിക്കുന്ന പയറല്ലേ. ഒരല്പം മുളക് പൊടിയുടെ കുറവുള്ളതുപോലെ തോന്നുന്നു. അപ്പോൾ മുളക് പൊടി ആദ്യമേ ഇടേണ്ടതായിരുന്നു. ഞാൻ അത് തികയെന്ന് വിചാരിച്ചു. പക്ഷെ കളറ് വളരെ കുറവ്. അതുകൊണ്ട് ഒരു ഇച്ചിരി മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. വീഡിയോ ഞാൻ വിചാരിച്ചതിനേക്കാളും ഭയങ്കര ലെങ്തിയാണ് കേട്ടോ. അതുകൊണ്ട് ഞാനിത് 2 പാർട്ടായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ നാളെ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ സംസാരിച്ചുകൊണ്ട് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ നാളെ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.